എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വന്നതിൽ ജയരാജേട്ടൻ പറഞ്ഞൊരു തെറ്റുണ്ട്. ചെറിയ കഥാപാത്രമൊന്നുമല്ല കേട്ടോ, പുള്ളി വലിയൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തേക്കണത്. എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും. ഇത് തൃശ്ശൂർ ബേസ് ചെയ്ത് നടക്കുന്നൊരു സ്റ്റോറിയാണ്. 2018 ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്കമായ ഡയറീസും വർണ്ണത്തിലാശങ്ക, അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൺവിൻസ്ഡായി ആ ക്യാരക്ടറിനോട്. ഈ തൃശ്ശൂരാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല. അവിടേക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ്. അപ്പം എൻ്റെ കഥാപാത്രമായാലും മുരുകൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാനും എൻ്റേതായ ഒരു ആവശ്യത്തിനാണ് തൃശ്ശൂർ വരുന്നത്. അനുമോളുടെ ക്യാരക്ടറായാലും ജോജിയുടെ ക്യാരക്ടറായാലും ഈ പേര് പോലെ തന്നെ ആരോ എന്ന് പറയുന്ന പോലെ ഒരു സംശയമാണ് ഈ പടം കാണുമ്പോൾ. അത് നിങ്ങൾ പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പടം കാണാം. 9-ാം തീയതി പടം റിലീസാണ്. നിങ്ങളുടെയൊക്കെ സഹായം വേണം. താങ്ക് യു. പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക്സ് എ ലോട്ട്. താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാറ് സംസാരിച്ചിട്ടുണ്ടാവും. VK കരീം ഡയറക്റ്റ് ചെയ്യുന്ന, താമര എന്ന് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്. ആരോ എന്ന് പറയുന്നത് VK കരീം സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഈ ക്യാരക്ടറിൻ്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഒരു മേജർ കഥാപാത്രമാണ്. ഇപ്പം കിച്ചുവിൻ്റെയും ജോജു ചേട്ടൻ്റെയും എല്ലാ ആക്ടേഴ്സും, ജയരാജേട്ടൻ, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത്. എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇതിൽ ഇവർ പറഞ്ഞു എന്ന് തോന്നുന്നു, ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം. ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു അന്വേഷണം, അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും, ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും, കുറ്റം ചെയ്ത ആളുകളുണ്ടാവും, ദൃക്സാക്ഷികളുണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്താ പറയുക, അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത്. തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ്, നമുക്ക് പൊതുവെ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും. അപ്പം അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെയും സുധീർ കരമന, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അധികം പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്തു പോകുന്നുണ്ട്. വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ കരീംക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ്. ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമയെ പറ്റി സംസാരിക്കുമ്പം പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ. അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇപ്പം തേവർ മകൻ, ദേവരാഗം, പാഥേയം, ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദേട്ടനൊക്കെ ഇവിടെ വന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ. അപ്പം അതേപോലെ നിങ്ങളെല്ലാവരും ഇന്നിപ്പം ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മെയ് 9 തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ്. നമ്മുടെ DOP സാറാണ്, മാതേഷ് സാറ്. 5 ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ജോഷേട്ടനും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ഡെറിക്കിന് കൊടുക്കാം. ഡെറിക്ക് പറയട്ടെ ഡെറിക്കിൻ്റെ ക്യാരക്ടർ. ഹലോ ഹായ്, എൻ്റെ പേര് ഡെറിക് രാജൻ. ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ശിവ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. താമര എന്നുള്ള അനുചേച്ചി ചെയ്ത ക്യാരക്ടറിൻ്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ തിയേറ്ററിലും വരിക, സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. മെയ് 9 റിലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മലയാളം കുറച്ച് തെറ്റായിട്ടുണ്ടാവും. തമിഴാണനാണ് ശരിക്കും. തമിഴിൽ പേசுமா? தமிழ் ஒன்றும் இல்லை. ஆக்சுவலி இது சப்போர்ட், இந்த படத்தை சப்போர்ட் பண்ண அந்த மீடியா பீப்புள்ஸ் எல்லாருக்கும் எங்களோட டீம் சார்பாக வந்து ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம். ஸோ உங்கள் சப்போர்ட் ரொம்ப அவசியம். ஏன்னா இப்போது அவுட் ஆஃப் த கேரளா மலையாள சினிமாக்களுக்கு ஸோ மெனி எக்ஸ்பெக்டேஷன்ஸ் இருக்குது மீடியா இந்த சினிமா இண்டஸ்ட்ரியில். ஸோ அதே போல் அந்த எக்ஸ்பெக்டேஷன் குறையாத அளவுக்கு டேரக்டர் சார் நல்ல ஸ்கிரிப்டும் அதுக்கான உள்ள ஒரு மலையாள ஃப்ளேவரோட ஸ்கிரிப்ட் தான் வந்திருக்கு. ஸோ ഡയറക്ടർ സാർ വിചാരിച്ചത് പോലെ മാക്സിമം സിനിമോഗ്രാഫി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രൊഡ്യൂസർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റും മറ്റെല്ലാവർക്കും എൻ്റെ സാർവായിട്ട് ഒരു താങ്ക്സ് വിളിக்கிறேன். ஸோ May 9 படம் 6 படம் வந்து தியேட்டரில் எத்திக்குது. ஸோ சப்போர்ட்டர்ஸ் மீடியா பீப்புள்ஸ் நீங்களும் சப்போர்ட் பண்ணுங்கள். எல்லாரும் தியேட்டரில் வந்து படம் பாருங்கள். தேங்க்யூ. ഹലോ, എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ വലിയ സന്തോഷമുണ്ട്. കാരണം കരീമൊക്കെ ഡയറക്റ്റ് ചെയ്ത ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. ജിമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് യാരോ എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പം അനു പറഞ്ഞതുപോലെ, കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക സസ്പെൻസ് എലമെൻസ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കൂടെ. കരീമിക്ക, വിനോദേട്ടൻ, നവാസ്ക, അങ്ങനെ കിച്ചു, എല്ലാവരും പേരെടുത്ത് പറഞ്ഞില്ല, എല്ലാവരും നല്ലൊരു ടീം വർക്കാണ് നടന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക, മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ May 9 ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വലിയൊരു സ്വപ്നം എന്ന് പറയാം. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, ഞങ്ങളെ വിജയിപ്പിക്കണം. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ പടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പം ഇല്ല നമ്മുടെ കൂട്ടത്തിൽ. അത് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. ഇപ്പം ഹരീഷ് പേര്, അത് മാത്രമല്ല നമ്മുടെ കൺട്രോളർ ഉൾപ്പെടെ ഒരുപാട് പേര്. അപ്പം എല്ലാവരെയും ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം.